ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്ലൗസിൻ്റെ സ്ലീവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നെറ്റിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ എങ്കിലിത് അതിൻ്റെ തലേദിവസവും അതിന് മുന്നത്തെ ദിവസമൊക്കെ ഹാൻഡ് വർക്ക് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിർത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കസിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും ഇരിക്കുകയാണ്. ഇതൊരു സിമ്പിളായിട്ടൊരു നെറ്റിൻ്റെ ഒരു ചെറിയൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ബ്രോഡ്വേയിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ മെറ്റീരിയൽസൊക്കെ എടുക്കുന്നത് എറണാകുളത്തുള്ള ബ്രോഡ്വേയിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ബ്രോഡ്വേയിൽ പോകാം. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി കമൻറ്റ് വരാറുണ്ട്, എവിടെ നിന്നാണ് ഈ മെറ്റീരിയൽസ് എടുക്കണേ, അതേപോലെ ഏത് ബ്രാൻഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ല ബ്രാൻഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് മെറ്റീരിയൽസ് എടുക്കേണ്ട സമയത്ത് ബ്രോഡ്വേക്കാണ് പോകാറുള്ളത്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത ഷോപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊന്നും പോയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറേ നാളായി ബ്രോഡ്വേയിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ അവിടെയുള്ള ഷോപ്പ്, അതേപോലെ അവിടെ ഏതൊക്കെ ബ്രാൻഡ് മെറ്റീരിയൽസ് ഉണ്ടെന്നുള്ളതൊക്കെ ഇന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഫ്രോക്ക് എൻ്റെ കസിന് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. നെറ്റിൽ ചെയ്തിട്ടുള്ള ഫ്രോക്കാണ്. 4 മീറ്റർ നെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കിട്ടുന്ന ഫ്രില്ല് വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സിമ്പിളായിട്ടൊരു ഉടുപ്പ്. അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ ഡ്രസ്സ് ആയതുകൊണ്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ലൂസാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ പിന്നൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഷോൾഡറിൻ്റെ ആ ഭാഗത്തൊക്കെ ചുളിവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ ഇപ്പോൾ ഒത്തിരി ഷോപ്പിൽ ഒത്തിരി കാണുന്നുണ്ട്. ഒരു നെറ്റാണ്, പക്ഷെ നല്ല ഷൈനിങ് ഉള്ളൊരു നല്ല നെറ്റ്. അപ്പോൾ ഈ നെറ്റിൽ തന്നെ ഫ്ലവേഴ്സ് വരുന്നതാണ് യോക്കിനായിട്ട് എടുത്തിട്ടുള്ളത്. മീറ്റർ റേറ്റ് വരുന്നത് 60 രൂപയ്ക്ക് കണ്ടുള്ളൂ. പ്ലെയിൻ നെറ്റിന് ഫ്ലവേഴ്സ് വരുന്നതിന് 190 120 റേറ്റൊക്കെ വരുന്നുള്ളൂ. ഈ ഡ്രസ്സും ഇന്ന് പോണ വഴിക്ക് കൊടുക്കണം. അതാണ് വേഗത്തിലിരുന്ന് സ്റ്റിച്ച് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രോഡ്വേയിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് വേറൊരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വർക്ക് ചെയ്തതാണ്. ഇതും കൂടി കൊറിയർ അയക്കാനുണ്ട്. അപ്പം ഇതൊരു ഇങ്ങനത്തെ ഈ ഒരു ഷെയ്ഡിൽ ചെയ്ത വർക്കാണ്, ഗോൾഡൻ കളറും. അതേപോലെ തന്നെ ഇതിൻ്റെ സാരി വരുന്നത് ഗ്രീനാണ്. അപ്പോൾ ഗ്രീനിൻ്റെ ചെറിയ മുത്തൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. 2 സ്ലീവിലും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിൻ്റെ ഹാഫും അതേപോലെ തന്നെ ബാക്ക് നെക്ക് ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് നെക്ക് വരുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് സെൻറ്ററിൽ ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ വിട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. ഈ ബ്ലൗസ് കൂടി പാക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൊറിയർ അയച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് ഞാൻ പകുതി വരെ ഞാൻ മെട്രോയ്ക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കവർ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാസ്റ്റിക് കവറാണ്. അപ്പോൾ കൊറിയറൊക്കെ അയച്ചതിന് ശേഷം നേരെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ബ്രോഡ്വേയിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ബ്രോഡ്വേയിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോഴും ഈ ഒരു എൻട്രൻസിൽ കൂടിയാണ് ഉള്ളിലേക്ക് പോകാറുള്ളത്. ഇതേപോലെ 3-4 എൻട്രൻസ് ഉണ്ടെന്നാണ് തോന്നണത്. ഇതിലൂടെ നേരെ പോയതിന് ശേഷം ലെഫ്റ്റ് എടുത്ത് കുറച്ചും കൂടി പോകുമ്പോഴാണ് നമ്മുടെ ഈ മേത്തർ ബസാറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ കുറേ ഈ ബീഡ്സിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ തന്നെയായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഐറ്റംസും ഒക്കെയുള്ള ഷോപ്പൊക്കെ ഉള്ളത്. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. പോയപ്പോഴും അത്രയും തിരക്കുണ്ടായില്ലെങ്കിലും വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതിലേക്കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. നല്ല ക്രിസ്മസ് വൈബൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ പോകും. ഒത്തിരി സംഭവങ്ങളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ബീഡ്സ് നോക്കാൻ പോയതിന് ശേഷം ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് ഈ കടകളൊക്കെ കയറി കണ്ടിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ ഈ മേത്തർ ബസാറിൻ്റെ ഉള്ളിൽ ഒത്തിരി ഷോപ്പുണ്ട്. ഈ ബീഡ്സിൻ്റെ ഒത്തിരി ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ടും എപ്പോഴും പോകാറുള്ള ഈ കൃഷ്ണ ലേസ് സെൻറ്റർ, അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ന്യൂ സൂര്യ ലേസ് ഹൗസ്. ഇപ്പം ഞാൻ അവിടെയാണ് കയറിയിട്ടുള്ളത്. അത് പുതിയൊരു ഷോപ്പാണ്. അവിടെ ഒത്തിരി ബീഡ്സും സീക്വൻസും ബീഡ്സും ഒക്കെ ഒത്തിരി നമ്മൾ വിചാരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ട് ബീഡിൻ്റെ സെക്ഷനിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടത്തെ ഈ BBC എന്ന് പറയുന്ന ഈ ബ്രാൻഡൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഏറ്റവും നല്ല ക്വാളിറ്റി BBC ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു യെല്ലോ ഷെയ്ഡും അതേപോലെ തന്നെ റെഡ് ഷെയ്ഡൊക്കെ വേണമായിരുന്നു. അത് BBCയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് പൂർണിമ, A-Star ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യണ ബീഡ്സ് തന്നെ കേട്ടോ. നല്ല ബീഡ്സാണ്. പിന്നെ ഇത് സീക്വൻസിൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ച് സീക്വൻസ് വേണമായിരുന്നു. അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള സീക്വൻസ് എനിക്ക് വേണമായിരുന്നു. അപ്പോൾ അത് ആദ്യം എടുത്തപ്പോൾ അത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ഇതുണ്ടോയെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് ഈ സ്റ്റോൺ ഉണ്ടല്ലോ, ആ സ്റ്റോൺ. പിന്നെ ഇത് പ്രിസോയുടെ ഷുഗർ ബീഡാട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യണത് നല്ല ബ്രാൻഡ്. ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും
അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതൊക്കെ സീക്വൻസിൻ്റെ സെക്ഷനാണ്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ 100 ഗ്രാമായിട്ട് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ വലിയ പാക്കറ്റാണ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 100 ഗ്രാമായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇരിക്കണതൊക്കെ വില കൂടുതലിൻ്റെ സീക്വൻസ് ആണ്. അതേപോലെ തന്നെ അതിന് നല്ല ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റിലായിട്ട് കട്ട് ബീഡ്, സ്റ്റോണ്, ലേസ്, അങ്ങനത്തെ ഈ ബട്ടൺസ് അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ട്. അപ്പം കുറച്ചായിട്ട് മേടിക്കണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ എടുത്താൽ മതി. ഞാനങ്ങനെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. ഇതിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബ്രാൻഡ് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. നമുക്ക് കുറച്ചൊക്കെ ആവശ്യമുള്ളെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു പാക്കറ്റ് എടുത്താൽ മതിയാവും. അതിന് മിററും സ്റ്റോണും അങ്ങനെ കുന്തൻ സ്റ്റോണും അങ്ങനെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു പാക്കറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് പല ടൈപ്പിലും സൈസിലൊക്കെയുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ ഈ സ്റ്റോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ വന്നിട്ട് നമുക്ക് ചായ തന്നു. അവിടെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചായ കൊടുക്കുന്നുണ്ടായി. മസാല ചായയാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇത് വന്നിട്ട് വുഡൻ്റെ നീഡിലാണ്, അരി വർക്ക് ചെയ്യുന്ന നീഡിലാണ്. അപ്പോൾ ഈ ചായക്കാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ചൂടുള്ള ചായ കുടിക്കാറില്ല. അപ്പോൾ ഞാൻ കുറേ നേരം കയ്യിലൊക്കെ കൊണ്ട് നടന്നിട്ടാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുന്തൻ സ്റ്റോണിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റ് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഈ ഒരു നല്ല ഷൈനിങ് ഉള്ളതും മാറ്റ് ഫിനിഷിലൊക്കെയുള്ള പല ടൈപ്പ് ഈ സ്റ്റോണാണ്. ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പെർ പീസിനെങ്ങാണ്ടാന്ന് തോന്നുന്നു 20 രൂപ 10 രൂപ അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ല. അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇത് ഹാങ്ങിങ്സിനായിട്ട് യൂസ് ചെയ്യണ ബീഡ്സാണ്. ഇത് ഞാൻ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ പണ്ട് മേടിച്ചുകൊണ്ട് എടുത്തില്ല. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ മിറേഴ്സ്, ഇത് പല ഷേപ്പിലും അതേപോലെ തന്നെ സൈസിലൊക്കെ അവൈലബിൾ ആണ്. വലിയ വലിയ പാക്കറ്റ്സിലാണ് ഇരിക്കേണ്ടത്. ഇതിൻ്റെ ചെറിയ പാക്കറ്റ്സും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്ന സാധനമാണ് ഇത് സോൾഡറിങ്. നമ്മൾ സ്കാലപ്പൊക്കെ ചെയ്യുമ്പോൾ അറ്റം മുറുക്കാനും അതേപോലെ ആപ്ലിക് വർക്കിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഒരു 200-300 റേറ്റിൻ്റെ ഉള്ളിലാണ് ഈ സോൾഡറിങ് അയണിന് വരാറുള്ളത്. പിന്നെ ഇതൊക്കെ അവിടെ ലൈനിങ് അതേപോലെ തന്നെ ഇതൊക്കെ ബഞ്ച് ബീഡ്സ് ആട്ടോ. പല ഷേപ്പിലും 3mm 4mm അങ്ങനെ പല പല സൈസിലുള്ള ബഞ്ച് ബീഡ്സ് ഗോൾഡനും ഉണ്ട്. അതേപോലെ തന്നെ പേൾസിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് മേടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സെപ്പറേറ്റ് ഈ ബോക്സസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്ക് ഗോൾഡൻ്റെ 3mm ബീഡ്സ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. വീട്ടിലെത്തിയതിന് ശേഷം എന്തൊക്കെയാണ് അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതെന്നുള്ളത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 65 രൂപ ഏറ്റെങ്ങാണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിംഗിൾ പീസായിട്ടൊക്കെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റ് 10 മീറ്റർ ഏറ്റെങ്ങാണ്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഇലാസ്റ്റിക്, ഇതൊക്കെയാണ് ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായത്. ഇത്രയും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളെങ്കിലും 1200 സംതിങ് ആണ് റേറ്റ് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്കൊക്കെ നല്ല തിരക്ക് കൂടി വരുന്നുണ്ട്. ഇതൊരു ഏകദേശം സന്ധ്യയൊക്കെ ആയിട്ടുണ്ട്. അന്നേരം തിരക്ക് ഇങ്ങനെ കൂടി വരികയായിരുന്നു. പിന്നെ പുറത്തു പോകുമ്പോൾ ഇതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു. ചുമ്മാ നമുക്ക് മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ. ഇത് കുറേ സാൻഡേയുടെ കുറേ ചെറുതും വലുതൊക്കെ ഇട്ടായിരുന്നു. എനിക്ക് ഈ വൈറ്റിന് നല്ല ഇഷ്ടമായി, നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഞാൻ ഈ നോക്കണ ഈ സാധനത്തിനൊക്കെ ഒരെണ്ണത്തിന് 50 രൂപ അങ്ങനത്തെ ആയിരുന്നു. ഇതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ എനിക്ക് നോക്കാനും കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനെല്ലാം എടുത്ത് നോക്കായിരുന്നു. പിന്നെ ഇതെൻ്റെ കയ്യിലിരിക്കണതിന് 150 രൂപയാണ്, അത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ പല പല ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ ഈ ക്രിസ്മസ് ടൈമിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ വാങ്ങിക്കണേലും വിലക്കുറവായിരിക്കും നമ്മുടെ ഈ ബ്രോഡ്വേയിൽ. അതുകൊണ്ട് തന്നെ അത്രയും നല്ല തിരക്കുണ്ട്. കുറേ പേര് വെറുതെ കാണാനും കുറേ പേര് കുറേ സാധനങ്ങൾ വന്ന് മേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ ഒരു പുതിയ ഷോപ്പ് കണ്ടത്. ഇത് കൃഷ്ണ ലേസ് സെൻറ്ററിൻ്റെ തന്നെ പുതിയ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ കയറി നോക്കാൻ പറ്റിയില്ല. അടുത്ത വട്ടം പോകുമ്പോൾ ഇനി കയറി നോക്കണം. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റിലുള്ള സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായത് ക്യാൻവാസ്. ഇതൊരു 10 മീറ്ററിൻ്റെ ക്യാൻവാസാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മേടിക്കലായിരുന്നു പതിവ്. പിന്നെ വേണ്ടല്ലോ, നമുക്കിത് കുറേ നാൾ നിൽക്കുന്ന വിചാരിക്കണേ. 10 മീറ്റർ ഇതേ ഇങ്ങനെ മടക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മേടിച്ചു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 ആയിരുന്നു 10 മീറ്ററിന്. പിന്നെ അടുത്തത് മേടിച്ചത് ഇലാസ്റ്റിക്കാണ്. ഇത് 4 ഇഞ്ചിൻ്റെ ഏറ്റവും ചെറിയ ഇലാസ്റ്റിക്കാണ് മേടിച്ചിട്ടുണ്ടായത്. ഇത് എനിക്ക് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇത് 25 മീറ്ററിൻ്റെ അതിന് 70 രൂപയാണ് ഈ പാക്കറ്റിനായിട്ടുള്ളത്. അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുണ്ടായത് ഈ നമ്മുടെ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ, അത് മേടിക്കാനാണ് ഞാൻ മെയിനായിട്ട് പോയത്. ഈ യെല്ലോ ഷെയ്ഡ് കട്ട് ബീഡ് എനിക്ക് വേണമായിരുന്നു. ഞാൻ ഇവിടുത്തെ കടയിലൊന്നും നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് SG ബ്രാൻഡിൻ്റെയാണ് എടുത്തിട്ടുള്ളത്.
ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കണം. അവർ നല്ലതാണ്, കളർ പോവില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു പാക്കിന് വരുന്നത് 240 രൂപയാണ്, 1/2 കിലോത്തിൻ്റെ പാക്കിന് വരുന്നത്. അപ്പോൾ ഈ ഒരു യെല്ലോ ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ റെഡിൻ്റെ റെയിൻബോ കട്ട് ബീഡും എനിക്ക് വേണമായിരുന്നു. ഇതൊക്കെ ഒരു മീഡിയം സൈസിലുള്ളതാണ്. ചെറിയ എന്നാൽ മൈക്രോ കട്ട് ബീഡും അല്ല, എന്നാൽ വലിയ കട്ട് ബീഡും അല്ല, ഒരു മീഡിയം സൈസിൽ നിൽക്കുന്ന കട്ട് ബീഡാണ് എടുത്തിട്ടുണ്ടായത്. ഇതിനും വരുന്നത് 240 രൂപയാണ്. 450 ഗ്രാം, ഏകദേശം 1/2 കിലോത്തിൻ്റെ പാക്കറ്റുകളാണ്. അടുത്തത് പിന്നെ സീക്വൻസ് ആണ് കുറച്ച് മേടിച്ചിട്ടുണ്ടായത്. ഇത് വൈറ്റ് കളറ് സീക്വൻസ് ആണ്. ഇതൊക്കെ നമുക്ക് 100 ഗ്രാം ആയിട്ട് അവരിങ്ങനെ അളന്ന് തരുന്നതാണ്. വലിയ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാം. പിന്നെ ഏറ്റവും കുറവ് മിനിമം 100 ഗ്രാമെങ്കിലും നമ്മൾ മേടിക്കണം. പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇത് സെയിം എൻ്റെ കയ്യിലുണ്ടായി, ഞാനത് യൂസ് ചെയ്ത് തീർന്നിട്ട് ഞാൻ പിന്നെയും പോയി മേടിച്ചതാട്ടോ. ഇതിനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീക്വൻസ് ആണ്. ഇത് BBC-യുടെ ആണെന്ന് തോന്നുന്നുണ്ട് സീക്വൻസ്. അടുത്തത് ഈ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വരുന്ന ഈ സീക്വൻസ് ആണ്. ഇതും 100 ഗ്രാം തന്നെ. ഈ 100 ഗ്രാമിൻ്റെ ഈ സീക്വൻസിനൊക്കെ 120 രൂപയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഈ കുന്തൻ സ്റ്റോൺ, വൈറ്റ് കളറിലുള്ള കുന്തൻ സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് വരുന്നത് 95 രൂപയാണ്. ഇത് 100 ഗ്രാമിൻ്റെ തന്നെ 95 രൂപയാട്ടാ. പിന്നെ ഈ ബഞ്ച് ബീഡ്സ് എടുത്തിട്ടുള്ളത് ഇതിന് 65 ആയിട്ടുണ്ടായത്. ഇത്രയും അതിൽ അത്യാവശ്യം കുറേ ഉണ്ട്, കുറേ നാൾ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സിംഗിളായിട്ടൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ഒരു ലെയറിന് 6 രൂപയോ 7 രൂപയോ അറ്റങ്ങാണ്ടാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായത്. പിന്നെ ഞാൻ മേടിച്ചത് എൻ്റെ ആരിക്കോട്ടിൽ മാറ്റ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, അത് കേടായപ്പോൾ ഞാനത് മാറ്റാനായിട്ട് ഈ റെഡ് കളറുള്ളത് ഈ ആരിക്കോട്ടിൽ ഫിക്സ് ചെയ്യണ ഒരു തരം ഇത് മാറ്റാണ്. അപ്പോൾ അത് മേടിക്കണമായിരുന്നു, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണ ത്രെഡും മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട് 1200 സംതിങ് ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.